Hi, good morning. Our next topic is dye-sensitized solar cells. Solar cells എന്താ നമുക്കറിയാം. Solar cells light energy-നെ electricity ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. Photovoltaic effect-ന്റെ principle യൂസ് ചെയ്ത്. Photon of light knocks electrons from atoms within semiconducting material, creating an electric current. അപ്പോൾ ഒരു semiconducting material നമ്മൾ യൂസ് ചെയ്യും. ലൈറ്റ് ഈ ഒരു സെമികണ്ടക്ടിങ് മെറ്റീരിയലിൽ നോക്ക് ചെയ്യുമ്പോൾ അതിൽ നിന്ന് ഇലക്ട്രോൺസ് ഇജക്ട് ചെയ്യുന്നു. ദെൻ അവ ഒരു ഇലക്ട്രിക് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇങ്ങനെയാണ് നമ്മുടെ ഫോട്ടോവോൾട്ടൈക് സെല്ലുകളിൽ സോളാർ എനർജി യൂസ് ചെയ്തിട്ട് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി ഡൈ സെൻസിറ്റൈസ്ഡ് സോളാർ സെൽസ് എന്ന് പറയുമ്പോൾ അവിടെ എന്താ വ്യത്യാസമുള്ളത്? ഇവിടെ ഒരു ഡൈ ഉണ്ട് അല്ലേ? ഡൈ സെൻസിറ്റൈസ്ഡ് ആണ് ആ സോളാർ സെൽസ്. നമ്മളൊരു ഡൈ ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഡൈ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു colored material or colored chemical. A dye-sensitized solar cell is photochemical cell which converts solar energy absorbed by the dye to electrical energy. ഇവിടെ ഒരു ഡൈ യൂസ് ചെയ്യുന്നുണ്ട്, അതാണ് വ്യത്യാസം. ഈ ഡൈ ആണ് നമ്മുടെ സോളാർ എനർജീനെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. സോ ദിസ് ഈസ് ദ കൺസ്ട്രക്ഷൻ. ഇവിടെ ഒരു ലൈറ്റ് വന്ന് തട്ടുന്നു. ദെൻ FTയുടെ ഒരു ഗ്ലാസിൻ്റെ ഒരു മെംബ്രെയിൻ ഉണ്ട്. ദെൻ നാനോ ടൈറ്റാനിയം ഡൈ ഓക്സൈഡ് മെറ്റീരിയൽസ് ഉണ്ട്. ദെൻ പ്ലാറ്റിനത്തിൻ്റെ ഒരു ലെയർ ഉണ്ട്, ഡൈ ഉണ്ട്, ദെൻ ഒരു ഇലക്ട്രോലൈറ്റും ഉണ്ട്. ഇത്രയാണ് നമ്മുടെ ഡൈ സെൻസിറ്റൈസ്ഡ് സോളാർ സെല്ലിലുള്ളത്. അപ്പോൾ കൺസ്ട്രക്ഷൻ ആദ്യത്തെ തന്നെ സബ്സ്ട്രേറ്റ് ആണ്. ഗ്ലാസ് അല്ലെങ്കിൽ ഫ്ലെക്സിബിൾ ട്രാൻസ്പെറൻറ്റ് പ്ലാസ്റ്റിക് ആണുള്ളത്. അതായത് ട്രാൻസ്പെറൻറ്റ് കണ്ടക്റ്റീവ് ഓക്സൈഡ് കോട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഗ്ലാസ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കൊണ്ടുള്ള ആ ഒരു പ്രൈമറി മെറ്റീരിയൽ അല്ലെങ്കിൽ ആ ഒരു സബ്സ്ട്രേറ്റ്. അവിടെ എന്താണ് നമ്മുടെ ട്രാൻസ്പെറൻറ്റ് കണ്ടക്റ്റീവ് ഓക്സൈഡ് കോട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും ആ ഒരു പ്ലാസ്റ്റിക് അല്ലെങ്കിൽ ഗ്ലാസ് മെറ്റീരിയൽ. അടുത്തത് ട്രാൻസ്പെറൻറ്റ് കണ്ടക്റ്റീവ് ഓക്സൈഡ് ലെയർ, തിൻ ഫിലിം ഓഫ് ഇൻഡിയം ടിൻ ഓക്സൈഡ് ഒക്കെയാണ് നമ്മൾ ഈ ഒരു ട്രാൻസ്പെറൻറ്റ് കണ്ടക്റ്റീവ് ഓക്സൈഡ് ലെയർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സബ്സ്ട്രേറ്റ് ഉണ്ട്, ഗ്ലാസ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക്, അതിലാണ് നമ്മുടെ ട്രാൻസ്പെറൻറ്റ് കണ്ടക്റ്റീവ് ഓക്സൈഡ് ലെയർ കോട്ട് ചെയ്തിരിക്കുന്നത്. അതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു കോട്ടിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന സബ്സ്റ്റൻസ് ആണ് ഇൻഡിയം ടിൻ ഓക്സൈഡ് ഒക്കെ. അടുത്തത് സെമി കണ്ടക്ടർ മെറ്റൽ ഓക്സൈഡ് നാനോ പാർട്ടിക്കിൾ. സെമി കണ്ടക്ടിങ് മെറ്റൽ ഓക്സൈഡ് വിത്ത് ലാർജ് സർഫസ് ഏരിയ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സർഫസ് ഏരിയ കൂടുതലുള്ളത് എപ്പോഴും നാനോ പാർട്ടിക്കിൾസിനായിരിക്കും. അതുകൊണ്ട് സെമി കണ്ടക്ടർ മെറ്റൽ ഓക്സൈഡ് നാനോ പാർട്ടിക്കിൾസ്, ടൈറ്റാനിയം ഡൈ ഓക്സൈഡിൻ്റെയോ സിങ്ക് ഓക്സൈഡിൻ്റെയോ ഒക്കെ സെമി കണ്ടക്ടർ മെറ്റൽ ഓക്സൈഡ് നാനോ പാർട്ടിക്കിൾസ് ആണ് നമ്മൾ സെമി കണ്ടക്ടർ മെറ്റീരിയലായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അത് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. നാനോ ടൈറ്റാനിയം ഡൈ ഓക്സൈഡ് ഒക്കെ സെമി കണ്ടക്ടർ മെറ്റീരിയലായിട്ട്. പിന്നെ ഉള്ളത് നമ്മുടെ ഡൈ ആണ്. ഡൈ ഫോട്ടോസെൻസിറ്റൈസ്ഡ്. സർഫസ് ഓഫ് നാനോ മെറ്റീരിയൽ ആർ കോട്ടഡ് വിത്ത് ഓർഗാനിക് ഓർ ഇൻഓർഗാനിക് ഡൈ. നമ്മുടെ നാനോ മെറ്റീരിയലിൻ്റെ അല്ലെങ്കിൽ സെമി കണ്ടക്ടർ മെറ്റീരിയൽ എന്ത് വെച്ചിട്ടാണ് നമ്മൾ സർഫസ് കോട്ട് ചെയ്തിരിക്കുന്നത്? ഒരു ഓർഗാനിക് അല്ലെങ്കിൽ ഇൻഓർഗാനിക് ഡൈ ഉപയോഗിച്ചിട്ടാണ് നമ്മളത് കോട്ട് ചെയ്തിരിക്കുന്നത്. ഈ ഡൈ മോളിക്യൂൾസ് ആണ് സൺലൈറ്റിനെ അബ്സോർബ് ചെയ്യുന്നത്. റുത്തീനിയം ബേസ്ഡ് കോംപ്ലക്സ്, ഓർഗാനിക് ഡൈസ്, നാച്ചുറൽ ഡൈസ്, പ്ലാന്റ്സിൽ നിന്നൊക്കെ എക്സ്ട്രാക്ട് ചെയ്തിട്ടുള്ള നാച്ചുറൽ ഡൈസ്, ഓർഗാനിക് ഡൈസ് ഒക്കെ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അടുത്തത് ഡൈ സെൻസിറ്റൈസ്ഡ് മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ ആനോഡായിട്ട് പ്രവർത്തിക്കുന്നു. നമ്മുടെ മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ ഉണ്ടല്ലോ, ഡൈ സെൻസിറ്റൈസ്ഡ്, അതായത് ടൈറ്റാനിയം ഡൈ ഓക്സൈഡ് ഒക്കെ പോലുള്ള ഡൈ സെൻസിറ്റൈസ്ഡ് മെറ്റൽ ഓക്സൈഡ് ആണ് ആനോഡായിട്ട് പ്രവർത്തിക്കുന്നത്. അപ്പോൾ എപ്പോഴും ഒരു സെല്ലാകുമ്പോൾ ഒരു ആനോഡ്, ഒരു കാഥോഡ്, ഒരു ഇലക്ട്രോലൈറ്റും ഉണ്ടാവണമല്ലോ. ദെൻ ഇലക്ട്രോലൈറ്റ് ആയിട്ട് നമ്മൾ റിഡോക്സ് കപ്പിൾ അയോഡൈഡ് സൊല്യൂഷൻ ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇലക്ട്രോലൈറ്റ് ആയിട്ട് അയോഡൈഡ് സൊല്യൂഷൻ ആണ് യൂസ് ചെയ്യുന്നത്. ദെൻ കൗണ്ടർ ഇലക്ട്രോഡായിട്ട് നമ്മൾ പ്ലാറ്റിനം അല്ലെങ്കിൽ ഗ്രാഫൈറ്റ് മെറ്റീരിയൽസും യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇവിടെ ആനോഡ് ഉണ്ട്. ടൈറ്റാനിയം ഡൈ ഓക്സൈഡ് ഒക്കെ പോലുള്ള സെമി കണ്ടക്ടർ മെറ്റീരിയൽ നമ്മൾ ആനോഡായിട്ട് യൂസ് ചെയ്യുന്നു. ദെൻ ഇവിടെ ഒരു പ്ലാറ്റിനം അല്ലെങ്കിൽ ഗ്രാഫൈറ്റിൻ്റെ ഒരു ലെയർ അടുത്ത ഇലക്ട്രോഡായിട്ട് യൂസ് ചെയ്യുന്നു. ദെൻ ഇലക്ട്രോലൈറ്റ് ഉണ്ട്, അതിന് അയോഡൈഡ് സൊല്യൂഷൻ ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ എക്സ്ട്രാ ഉള്ളത് നമ്മുടെ ഡൈ ആണ്, ഓർഗാനിക് ഓർ ഇൻഓർഗാനിക് ഡൈ, നമ്മുടെ സൺലൈറ്റിനെ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ ഇതിനൊരു സബ്സ്ട്രേറ്റ് ഉണ്ട്, ഗ്ലാസ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് സബ്സ്ട്രേറ്റ്. അത് നമ്മൾ ഏതെങ്കിലും ഒരു സബ്സ്റ്റൻസ് വെച്ചിട്ട് ട്രാൻസ്പെറൻറ്റ് കണ്ടക്റ്റീവ് ഓക്സൈഡ് ലെയർ ഒക്കെ വെച്ചിട്ട് കോട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഡൈ സെൻസിറ്റൈസ്ഡ് സോളാർ സെൽസിലുള്ളത്. ഇനി ഇതിൻ്റെ വർക്കിംഗ്. ആദ്യം സൺലൈറ്റ് പാസ് ചെയ്യും, ട്രാൻസ്പെറൻറ്റ് കണ്ടക്റ്റീവ് ഓക്സൈഡ് ലെയർ കൂടി നമ്മുടെ സൺലൈറ്റ് പാസ് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു സെമി കണ്ടക്ടർ മെറ്റൽ ഓക്സൈഡ് ലൈറ്റിനെ അബ്സോർബ് ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ ടൈറ്റാനിയം ഡയോക്സൈഡിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ ടൈറ്റാനിയം ഡയോക്സൈഡ് നമ്മുടെ ഈ ഒരു ഡൈ സെൻസിറ്റൈസ്ഡ് സോളാർ സെല്ലിൽ കൂടി ലൈറ്റ് പാസ് ചെയ്യുമ്പോൾ സെമി കണ്ടക്ടർ മെറ്റീരിയൽ അതിനെ ലൈറ്റിനെ അബ്സോർബ് ചെയ്യുന്നു. ദെൻ ഡൈ മോളിക്യൂൾസ് ഉണ്ടല്ലോ, നമ്മൾ ഓൾറെഡി അതിൽ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇലക്ട്രോൺസ് ഇൻ ഡൈ മോളിക്യൂൾ ഗെറ്റ് എക്സൈറ്റഡ് ആൻഡ് ആർ ഇൻജക്റ്റഡ് ഇൻ ടു കണ്ടക്ഷൻ ബാൻഡ് ഓഫ് സെമി കണ്ടക്ടർ. ദീസ് ഇലക്ട്രോൺസ് ട്രാവൽ ത്രൂ എക്സ്റ്റേണൽ സർക്യൂട്ട് ആൻഡ് ജനറേറ്റ് കറണ്ട്. അപ്പോൾ ലൈറ്റ് വരുന്നു,
ടൈറ്റാനിയം ഡയോക്സൈഡ് അതിനെ അബ്സോർബ് ചെയ്യുന്നു. ദെൻ നമുക്കിവിടെ ഒരു ഡൈ ഉണ്ട്, ഡൈ മോളിക്യൂൾസ് ഉണ്ട്. അപ്പോൾ ഈ ഡൈ മോളിക്യൂൾസ് ലൈറ്റ് കിട്ടി കഴിയുമ്പോൾ ലൈറ്റിന്റെ എനർജി അബ്സോർബ് ചെയ്ത് എക്സൈറ്റ് ചെയ്യാണ്. ദെൻ അവ ഓക്സിഡൈസ് ചെയ്യുന്നു. ആ സമയത്ത് ദീസ് ഇലക്ട്രോൺസ് ട്രാവൽ ത്രൂ ദെൻ ഇൻജക്റ്റഡ് ഇൻറ്റു കണ്ടക്ഷൻ ബാൻഡ് ഓഫ് സെമി കണ്ടക്ടർ. നമ്മൾ സെമി കണ്ടക്ടർ ആയിട്ട് യൂസ് ചെയ്യുന്ന ടൈറ്റാനിയം ഡയോക്സൈഡിന്റെ ഒക്കെ ആ ഒരു കണ്ടക്ഷൻ ബാൻഡിലേക്കാണ് ഇലക്ട്രോൺസിനെ കിട്ടുന്നത്. ദെൻ ആ ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നു, മൂവ് ചെയ്യുന്നു. ദീസ് ഇലക്ട്രോൺസ് ട്രാവൽ ത്രൂ എക്സ്റ്റേണൽ സർക്യൂട്ട് ആൻഡ് ജനറേറ്റ് കറണ്ട്. ഇലക്ട്രോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇലക്ട്രോൺസ് ട്രാവൽ ചെയ്യുമ്പോൾ അവിടെ കറണ്ട് ഓൾറെഡി പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു. ദെൻ ഈ ഓക്സിഡൈസ്ഡ് ഡൈ മോളിക്യൂൾസ്, ഇപ്പോൾ നമ്മുടെ ഡൈ മോളിക്യൂൾസ് എക്സൈറ്റ് ചെയ്തു, ഓക്സിഡൈസ്ഡ് ആയിട്ടിരിക്കുകയാണ്. ഇനി അത് വീണ്ടും റെഡ്യൂസ്ഡ് ഫോമിലേക്ക് തന്നെ തിരിച്ചു വരണം അല്ലേ? അതിന് വേണ്ടിയിട്ട് ഇലക്ട്രോലൈറ്റിൽ നിന്നാണ് ഇലക്ട്രോൺസിനെ ആക്സെപ്റ്റ് ചെയ്യുന്നത്. Oxidized dye molecule get reduced by gaining electrons from electrolyte and return back to original form. ഇനി അഡ്വാൻറ്റേജസ്, ഫാബ്രിക്കേഷൻ സിമ്പിൾ പ്രോസസ് ആണ്. കൺവെൻഷണൽ സിലിക്കൺ സെൽസ് ഉണ്ടല്ലോ നമ്മുടെ ഫോട്ടോ സാധാരണ സോളാർ സെൽസിൽ ഉള്ളതിനേക്കാളും കുറച്ചും കൂടി ഈസിയാണ് ഇതിൻ്റെ ഒരു ഫാബ്രിക്കേഷനും ആ ഒരു സെറ്റപ്പും എല്ലാം. ദെൻ ലൈറ്റ് വെയിറ്റ് ആണ്. ദെൻ വെഹിക്കിൾസിലെ ഡിവൈസസിലൊക്കെ നമുക്ക് പെട്ടെന്ന് അപ്ലൈ ചെയ്യാൻ പറ്റും. ഷേപ്പ് ഫ്ലെക്സിബിൾ ആണ്, സൈസ് ഫ്ലെക്സിബിൾ ആണ്. വിൻഡോയിലോ ടെറസിലോ ഒക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. ദെൻ നാച്ചുറൽ പിഗ്മെന്റ്സ്, ഓർഗാനിക് ഡൈസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അവ എക്കോ ഫ്രണ്ട്ലിയുമാണ്. ദെൻ ആപ്ലിക്കേഷൻസ് പോർട്ടബിൾ സോളാർ ചാർജേഴ്സിലെ ഇലക്ട്രോണിക് ഡിവൈസസിലൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ദെൻ ബാക്ക് പാക്കുകളിലൊക്കെ ഇലക്ട്രോണിക് ഡിവൈസസ് ഒക്കെ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മുടെ ഇലക്ട്രോണിക് ഡിവൈസ് ഒക്കെ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഡൈ സെൻസിറ്റൈസ്ഡ് സോളാർ സെൽസ് യൂസ് ചെയ്യാറുണ്ട്. ദെൻ യൂസ്ഡ് ടു പവർ ഇലുമിനേറ്റഡ് സൈൻസ് ആൻഡ് ഡിസ്പ്ലേസ് ഇൻ ലൊക്കേഷൻസ് വെയർ ആക്സസ് ഇലക്ട്രിസിറ്റി ഇസ് ലിമിറ്റഡ് ഓർ കോസ്റ്റ്ലി. അപ്പോൾ ഇലക്ട്രിസിറ്റിയുടെ ആക്സസ് കുറവുള്ള അല്ലെങ്കിൽ വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ളിടത്ത് നമുക്ക് ഈ ഡൈ സെൻസിറ്റൈസ്ഡ് സോളാർ സെൽ യൂസ് ചെയ്തിട്ട് ഈ സൈൻ ബോർഡുകളിലെ ഡിസ്പ്ലേസിലൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ഇതാണ് ഡൈ സെൻസിറ്റൈസ്ഡ് സോളാർ സെൽസ്. അപ്പോൾ ഇതിന്റെ കൺസ്ട്രക്ഷൻ ഒന്ന് ഓർത്തിരിക്കുക. എന്തൊക്കെയുള്ളത്? ഡൈ സെൻസിറ്റൈസ്ഡ് സോളാർ സെൽസ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഡൈ ആണ് നമ്മുടെ സോളാർ എനർജീനെ അബ്സോർബ് ചെയ്യുന്നത്. ദെൻ അതിൽ നിന്ന് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നു. എന്തൊക്കെയാണുള്ളത്? ഒരു സബ്സ്ട്രേറ്റ് ഉണ്ട്, ഒരു കണ്ടക്റ്റീവ് ഓക്സൈഡ് ലെയർ ഉണ്ട്, സെമി കണ്ടക്ടർ ഉണ്ട്, നമ്മുടെ ഡൈ ഉണ്ട്, ദെൻ ഒരു ഇലക്ട്രോലൈറ്റ് ഉണ്ട്, ഒരു പ്ലാറ്റിനം അല്ലെങ്കിൽ ഗ്രാഫൈറ്റിന്റെ ഇലക്ട്രോഡ് ഉണ്ട്. എന്താ സംഭവിക്കുന്നത്? സൺലൈറ്റ് കണ്ടക്റ്റീവ് ഓക്സൈഡ് ലെയറിൽ കൂടി പാസ് ചെയ്യുന്നു. ദെൻ മെറ്റൽ ഓക്സൈഡിനെ സെമി കണ്ടക്ടർ ലൈറ്റിനെ അബ്സോർബ് ചെയ്യുന്നു. ഈ സമയത്ത് ഡൈ, നമ്മുടെ മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടറിൽ നമ്മൾ ഡൈ കൂടി ഓൾറെഡി നമ്മൾ സർഫസ് ചെയ്തിട്ടുണ്ടാവും, കോട്ട് ചെയ്തിട്ടുണ്ടാവും. ആ ഡൈയിലെ മോളിക്യൂൾസ് ഈ ഫോട്ടോൺസിന്റെ എനർജി അബ്സോർബ് ചെയ്ത് ഹയർ എനർജി സ്റ്റേറ്റിലേക്ക് പോകുന്നു. അവ ഓക്സിഡൈസ്ഡ് ഫോമിലാവുന്നു. അതായത് ഓക്സിഡൈസ്ഡ് ഫോമിലാവുക എന്ന് പറയുമ്പോൾ ഇലക്ട്രോൺ വിട്ടുകൊടുക്കുന്നു. ആ ഇലക്ട്രോൺസ് എക്സ്റ്റേണൽ സർക്യൂട്ടിൽ കൂടി ട്രാൻസ്പോർട്ട് ചെയ്തിട്ടാണ് അവിടെ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ദെൻ ഇപ്പോൾ നമ്മുടെ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിൽക്കുന്ന നമ്മുടെ ഈ ഡൈ മോളിക്യൂൾസ് വീണ്ടും താഴേക്ക് ഒറിജിനൽ സ്റ്റേറ്റിലേക്ക് തന്നെ വരണം, അതായത് റെഡ്യൂസ്ഡ് ഫോമിലേക്ക് വരണം. അതിന് വേണ്ടിയിട്ട് ഇലക്ട്രോലൈറ്റിൽ നിന്നാണ് ഇലക്ട്രോൺസിനെ അബ്സോർബ് ചെയ്യുന്നത്. അങ്ങനെ അവ വീണ്ടും പഴയ സ്ഥാനത്തേക്ക് തന്നെ വരുന്നു. വീണ്ടും ലൈറ്റ് നമ്മുടെ സെമി കണ്ടക്ടർ, ആദ്യം കണ്ടക്റ്റീവ് ഓക്സൈഡ് ലെയറിൽ ലൈറ്റ് പതിക്കുന്നു. ഓക്കെ, കണ്ടക്റ്റീവ് ഓക്സൈഡ് ലെയറിൽ ലൈറ്റ് പതിക്കുന്നു. ദെൻ അത് സെമി കണ്ടക്ടർ ടൈറ്റാനിയം ഡയോക്സൈഡ് പോലുള്ള സെമി കണ്ടക്ടർ മെറ്റീരിയൽ അതിനെ അബ്സോർബ് ചെയ്യുന്നു. ഡൈ വീണ്ടും എക്സൈറ്റഡ് ആവുന്നു, ഇലക്ട്രോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഇലക്ട്രോണിന്റെ മൂവ്മെന്റ് ഉണ്ടാവുന്നു, കറണ്ട് ഉണ്ടാവുന്നു. ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന വഴിയാണ് സോളാർ സെല്ലിൽ നിന്ന് നമ്മുടെ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഡൈ സെൻസിറ്റൈസ്ഡ് സോളാർ സെൽസിന്റെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു ഡൈ ആണ് നമ്മുടെ ഈ ഒരു ഇലക്ട്രോൺ അബ്സോർപ്ഷന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നത്. അങ്ങനെയാണ് ഡൈ സെൻസിറ്റൈസ്ഡ് സോളാർ സെൽസിന്റെ വർക്കിംഗ് കൺസ്ട്രക്ഷനും.